ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പരീക്ഷയുടെ ചൂടിലായിരിക്കും എന്നറിയാം. അപ്പം നമുക്ക് ചെറിയൊരു പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ ഒരു വിഷയം എങ്ങനെ എഴുതണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് കവിതാഭാഗം ചിത്വാ ലിഖതി. കവിതാഭാഗം എടുത്തെഴുതാൻ. അപ്പോൾ എന്താണ് ഒരു കവിതയുടെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കവിതയുടെ ഒരു ഭാഗം തരും. ആ ഭാഗം വരുന്ന അല്ലെങ്കിൽ ഒരു മീനിങ് തരും. ആ മീനിങ് വരുന്ന കവിതാഭാഗം ഏതാണെന്ന് എടുത്തെഴുതാനുള്ളത്. അപ്പോൾ ഇതിലെന്താണ് ആദ്യത്തെ ആശയ തന്നിട്ടുള്ളത്? സൂര്യ ഉദയതി എന്നാണ്, സൂര്യൻ ഉദിക്കുന്നു എന്ന്. അപ്പോൾ എന്താണ് പൂർവസ്യാം ദിശി പർവ്വതരാജ കനകം താപയതി എന്നതാണ് കവിതയിൽ ആ സൂര്യൻ ഉദിക്കുന്നു എന്ന മീനിങ് വരുന്ന പദം കവിതയിലുള്ളത്. ഇനി അടുത്തെന്താണ്? ഗ്രാമേ നിർമ്മല നദീ പ്രവഹതി, ഗ്രാമത്തിൽ നിർമ്മലമായ നദി ഒഴുകുന്നു എന്ന ഇത് വരുന്നത്, ആശയം വരുന്ന പദം ഏതാണ്? കവിതാഭാഗം ഏതാണ്? ഗ്രാമസുതായി ദർപ്പണവേഷം തനുദേ ശൈവലിനി എന്നതാണ് അത്. ഓക്കെ, ഇനി അടുത്തെന്താണ്? അടുത്തൊരു ആശയം വരുന്നത് മേഘാഹ കാലേ കാലേ വർഷന്തി, മേഘങ്ങൾ യഥാകാലത്തിൽ മഴ പെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആശയം വരുന്ന കവിതാഭാഗം ഏതാണ്? ശ്യാമപയോധോ മുക്തക നീരേ രവിനം തോഷേതി, ശ്യാമപയോധം തൻ്റെ നീർത്തുള്ളികളാൽ ഭൂമിയെ സന്തോഷിപ്പിക്കുന്നു. ഇനി അടുത്തെന്താണ്? കൃഷികഹ ഗ്രാമം സമൃദ്ധിം കരോതി. അപ്പോൾ എന്താണ് കൃഷി? അത് നമ്മുടെ ഈ കവിതയുടെ അവസാന ഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. ആ ലാസ്റ്റ് വരുന്ന കവിതാഭാഗമാണ് ഇതിൽ എന്താണ് ആ ലൈനായിട്ട് വരുന്നത്. കൃഷിക്കാരൻ ഗ്രാമത്തെ സമൃദ്ധമാക്കുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇത്തരത്തിലാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ സാധ്യത. അപ്പോൾ അത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ആ കവിത കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതേപോലെ ആശയം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ആ ആശയം എഴുതേണ്ടത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.